ഉദ്ദേശിക്കുന്ന എന്റെ ഫോൺ പൊട്ടി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രിണിക മെറിയ യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഏഞ്ചലിനെ ഇഗ്നോർ ചെയ്യുക. ഏഞ്ചൽ ഇത് വന്നപ്പോ തൊട്ട് ഇതിന്റെ മണ്ടേ തന്നെയാണ്. പോകാൻ പറഞ്ഞാണ് പോകുന്നില്ല. യാ കണ്ടോ? ഓക്കെ, അപ്പം ഇത് ഒരു ട്രൈപോഡാണ്. ആക്ച്വലി ഞങ്ങൾ ഇതിനു മുന്നേ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മീഷോയിൽ ഒരു ലോക്കൽ ട്രൈപോഡായിരുന്നു. പിന്നീടായപ്പോൾ അത് പണി തന്നു. അതുകൊണ്ട് നല്ലൊരു എണ്ണം തന്നെ നോക്കി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത പുതിയ ഒരു ട്രൈപോഡാണിത്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കിതിന്റെ അൺബോക്സിങ്ങിലോട്ട് തന്നെ ആദ്യം അങ്ങ് കടക്കാം. വീഡിയോ എടുക്കണം എന്നൊരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇതിന്റെ ഒരു പാക്കേജ് ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് എടുത്തേക്കാം എന്നും തോന്നി. അതുപോലെ എന്തെങ്കിലുമൊക്കെ എല്ലാം നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും ഡാമേജോ കാര്യമോ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ തെളിവിന്, അത് അവർക്ക് അയച്ചു കൊടുത്താലും മതിയല്ലോ. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഒരു അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. ഏഞ്ചലിന്റെ സൗണ്ട് ഇടയ്ക്കെന്നൊക്കെ കേൾക്കാം, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഞാൻ അൺബോക്സ് ചെയ്യാനുള്ള ടൂൾ എടുക്കട്ടെ. ഇതാണ് നമ്മുടെ ടൂൾ. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ പൊക്കാൻ പോകുവാണ്. ഏഞ്ചൽ ഒന്ന് മാറൂ. ഏഞ്ചലിന്റെ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾ കാണുക ഗൈസ്. വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ടാണ് ഏഞ്ചൽ ഇരിക്കുന്നത്. ചിരി ചിരി ഗൈസ്, ഇത് നോക്കൂ ഗൈസ്. ഈ ഒരു ചെറിയ സാധനത്തിനാണ് ഇത്രയും വലിയ പെട്ടി. ആമസോൺ ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. എന്റെ മാതാവേ, ഈ ഒരു കുട്ടി സാധനം തരുന്നതിനാണ് അവര് ഞങ്ങൾക്ക് ഇത് ഇത്രയും വലിയൊരു പെട്ടിയൊക്കെ തന്നത്. ഇതൊക്കെ ഓൾറെഡി അൺബോക്സ് ചെയ്തൊക്കെ വെച്ച സാധനമാണ് കേട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഇവിടെയൊക്കെ നനഞ്ഞൊക്കെ ഇരിപ്പുണ്ടേ. ലുക്ക് അറ്റ് ദിസ് ഇസ് നനഞ്ഞൊക്കെ ഇരിക്കുവാണ്. സാരമില്ല, ഈ പെട്ടി കൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ട്. ഏഞ്ചലിന്റെ കുറെ കളിപ്പാട്ടമൊക്കെ വെറുതെ കിടക്കുക ഇവിടെ. അതെല്ലാം ഇതിനകത്തിട്ട് പെട്ടി പൂട്ടി അങ്ങനെ ഞങ്ങൾ വെക്കും. എന്തായാലും നമുക്കത് ആമസോൺ ബേസിക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്ന് തന്നെ എടുക്കാം. ഒരു നല്ലൊരു ഇതിനും ചെറിയൊരു നനവുണ്ട്. എന്താണേലും നമുക്ക് നോക്കാം. എന്നുണ്ടെ ഈ പെട്ടി ഞാൻ നമ്മുടെ എനിക്ക് പറ്റാക്കോ ഒന്നേനെ ചെറുതായിട്ട് തട്ടുകെട്ടിയാൽ മുറിയുന്ന സാധനമാണ് ഇത്. ഇത് ഞാൻ ഏഞ്ചലിനെ ഹാൻഡ് ഓവർ ചെയ്യുവാണ്. ഓക്കെ, ഏഞ്ചലിന് പുതിയ കളിപ്പാട്ടം കിട്ടിയതിന്റെ സന്തോഷം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ബാഗിലാണ് നമ്മുടെ ഐറ്റം വന്നത്. ഈ ഒരു കുട്ടി സാധനം തരാനാണ് അവർ ഇത്രയും വലിയ പാക്കേജ് ഒക്കെ തന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. ഇതിന്റെ ടെക്നിക്ക് എങ്ങനെയാന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. അതല്ലേ, ഇതും തുറന്നു തന്നെ ഇരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ, കൊണ്ടുവന്നപ്പോൾ ഞാൻ സിബൊന്നും തുറന്നിട്ടില്ല. ഇത് തുറന്നിരിക്കുകയാണ്. നമുക്ക് തുറന്നു നോക്കാം. ഏഞ്ചലിന് ഇത് എന്താ ചെണ്ടയാണെന്നാണ് വിചാരം. ഏഞ്ചൽ തട്ടി തട്ടി കളിക്കുന്നുണ്ട്. ആ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം, നമ്മുടെ ട്രൈപോഡ്. എന്തൊക്കെയാ ഒന്ന് വീണിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോൺ വെക്കുന്ന സ്റ്റാൻഡാണ്. ഒന്നിങ്ങോട്ട് വന്ന് ഏഞ്ചലിന്റെ ആ ഒരു വാ തുറന്നുള്ള ആ ഒരു ഷേപ്പ് എടുത്തേ. ഏഞ്ചല് കണ്ണും തള്ളി അന്തം വിട്ട് നോക്കുകയാണ് ഗൈസ്. ഇത് കൊടുക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഐറ്റം ആണ് നമ്മുടെ ഐറ്റം. ഇതിന് ചെറിയൊരു വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. അല്ലാതെ
മറ്റേത് ഭയങ്കര പ്ലാസ്റ്റിക്, ചെറിയ ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് ആയിരുന്നു. ഇത് അത്യാവശ്യം വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. നീ ഇതെടുക്കും വീഡിയോ. ഹലോ വെക്കുന്നു. ഏഞ്ചൽ അതേതോ കളിപ്പാട്ടോന്ന് വിചാരിച്ച് കാര്യമായിട്ട് ആ ബേസ് ബോഡി ഇട്ട് തട്ടുന്നുണ്ട്. ഹലോ ഒക്കെ വെക്കാൻ ഫോണാണെന്നൊക്കെ വിചാരിക്കുന്നൊക്കെ ഉണ്ട്. സംഭവം എന്താന്ന് കുട്ടിക്ക് പോലും അറിയില്ല. എന്നാലും ഇതിന്റെ ടെക്നിക്ക് എനിക്ക് ആക്ച്വലി അറിയില്ല. ഇതിനകത്ത് ചോദോ എന്തൊക്കെയോ ഇളകിയൊക്കെ വന്നിട്ടുണ്ടേ. ഓക്കെ, ഇങ്ങനെയാണ് ഇരുന്നത്. ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി യൂസ്ഡ് പ്രൊഡക്റ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. കാരണം ലുക്ക് അറ്റ് ദിസ്. മനുഷ്യൻ കൊണ്ട് കാണിച്ചേ, കണ്ടോ? ഒരു വൈറ്റ് നമ്മൾ തുടയ്ക്കുമ്പോഴാണ് അത് പോകുന്നത്. കണ്ടോ? അതും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി ഇത് ഞാനല്ല ഓർഡർ ചെയ്ത്, അനീഷാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ റിവ്യൂ അനീഷ ഇടുന്നതായിരിക്കും. ഇതെന്തുവാ, ക്ലാസ് ഒക്കെ ആണോ? ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മൾ ഇതിനെപ്പറ്റി ദീർഘമായി പഠിച്ചാലേ ഇതിനെപ്പറ്റി എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇതിലെങ്ങനെ ഫോൺ വെക്കണ്ടേന്ന് പോലും എനിക്കറിയില്ല. ഇത് ഇത്രയും ചെറുതാണെന്ന് പോലും എനിക്കറിയില്ല. ഇനി ഇത് തുറക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, ഇനി ഇതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിനെപ്പറ്റി ഞാൻ പറയാം. ഓക്കെ, ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിന്റെ ടെക്നിക്കൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റിവ്യൂ ഒക്കെ ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ പ്രത്യേക ഒരു വീഡിയോയിലായിട്ടോ ചെയ്യുന്നതായിരിക്കും. ആദ്യം ഇത് എങ്ങനെയാണ് എന്ന് ഇതിന്റെ രീതിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്കിതിന്റെ ഹൈറ്റിനെ പറ്റി തന്നെ ആദ്യം നോക്കാം. ഇത് ആക്ച്വലി നോർമൽ ട്രൈപോഡി വരുന്ന ടൈപ്പ് തന്നെ 3 രീതിയിൽ ഇതൊരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ഹൈറ്റ് ഇതാണ്. പിന്നീടുള്ളത് രണ്ടാമത്തെ ഹൈറ്റ്. ഇത് കണ്ടോ, ഇവിടത്തെ ഈ ഒരു ഇത് 2 ഉണ്ട്. കണ്ടോ, ഇത് 2 ഉണ്ട്. ആദ്യം ഇത് തുറക്കുക. സോറി, ഇത് പിന്നീട് ഇത് സെക്കൻഡ് ഹൈറ്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ തുറക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഈ സാധനം നമ്മൾ പിന്നീട് അമർത്തി വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തുറക്കുക. ഈ സംഭവം ഇല്ലേ, ഇതാണ് ടൈറ്റ് ചെയ്യേണ്ടത്. നമ്മളിത് ഇങ്ങനെ താത്തോട്ട് വെച്ചിട്ട് ഇത് വെച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഹൈറ്റ് കറക്റ്റ് ആയിട്ട് ഇരിക്കും. ഇത് ആക്ച്വലി ഇത് രണ്ടാമത്തെ ഹൈറ്റ് ആണ് കേട്ടോ. ആദ്യത്തെ ഹൈറ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ആ ഒരു ഹൈറ്റ് ആണ് ആദ്യത്തെ ഹൈറ്റ്. പിന്നെ മൂന്നാമത്തെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. അതെന്തേ, ഇതിന്റെ ഈ താഴത്തെ സാധനം കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഇതിങ്ങനെ വരും. അതേപോലെ ഇതും വരും. ഇതെല്ലാം നമ്മൾ അപ്പൊ തന്നെ ടൈറ്റ് ചെയ്ത് അങ്ങ് പോവുക. ഇതാണ് മൂന്നാമത്തെ ഹൈറ്റ്. ഇതാണ് ടോട്ടൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഈ ഹൈറ്റ് കൂടാതെ ഒരു ഹൈറ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടത്തെ ഒരു ഇത് കണ്ടില്ലേ, ഇതാണ്. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ 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 കണ്ടോ, ഇങ്ങനെ തുറക്കുക. ഇങ്ങനെ വെക്കുമ്പോ ഇതിങ്ങനെ പൊങ്ങി വരും. ഇത്രയാണ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് 4th വേ ഓഫ് ഹൈറ്റ് എന്നും വേണമെങ്കിൽ പറയാം. നോർമൽ താഴത്തോട്ടുള്ള ഹൈറ്റ് ഇതാണ് 3 ഇത് മുകളിലോട്ട് നമ്മൾ ഫോൺ ഇവിടെ ആണ് വെക്കുന്നത്. ഇതിന്റെ നോർമൽ ഹൈറ്റ് വരുന്നത് 61 മുതൽ 170 വരെയാണ്. ഇതിപ്പോ ഞാൻ ഫുൾ ലെങ്ത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ടോട്ടൽ 170 സെന്റിമീറ്റർ കാണും. എന്നെക്കാളും മുകളിലുണ്ട്. ഞാൻ 159ന്റെ ആളാണ്. അപ്പം എന്നെക്കാളും ഹൈറ്റ് കൂടുതലുണ്ട്. അപ്പം അവർ പറയുന്ന ഇത് ഹൈറ്റ് തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇടിശബ്ദങ്ങളൊക്കെ കേൾക്കാം. അത് ഏഞ്ചൽ അവിടെ ഇരുന്ന് കളിക്കുന്നതിൻ്റെയാണ്. നമുക്ക് ഏഞ്ചലിനെ എത്ര അടക്കി ഇരുത്തിയാലും ആള് ഇങ്ങനെയൊക്കെ കാണിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇത് താത്താം. ഇതാണ് നമ്മുടെ ഹാൻഡിൽ വെച്ച് ഇങ്ങനെ പിടിച്ച് അങ്ങ് ഇച്ചിരി ആരോഗ്യമുള്ളവരെ കൊണ്ട് പെട്ടെന്ന് താത്താൻ പറ്റും.
എനിക്ക് ആരോഗ്യം തീരെ കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ടൈം എടുക്കും താത്താനൊക്കെ. ഇപ്പൊ എൻ്റെ അത്ര ഹൈറ്റ് ആയിട്ടുള്ളൂ. ഏഞ്ചലിനൊക്കെ അടിയിൽ കൂടെ ഒക്കെ പോകാം. ഇതുവഴി പോ. നോക്കൂ ഗൈസ്, ഏഞ്ചലിനെ കണ്ടില്ലേ, സ്മൂത്ത് ആയിട്ട് പോകാം. ഏഞ്ചൽ ഇതെന്തോ കളിക്കുന്ന സാധനമായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഏഞ്ചൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ഇത് വഴി കൂടെ അവള്. ഇനി നമുക്ക് ഫോൺ എങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെയാണ് ഫോൺ വെക്കേണ്ടത്. ദേ ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് ഇതിൽ വരുന്നത്. ഫോൺ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഫോൺ ഇങ്ങനെ ചരിക്കുക, എന്നിട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ വെച്ചാൽ ഇത് പോർട്രേറ്റ് ആവും. നമുക്കിതേ ഈ ഒരു പിടി ഉണ്ടോ, ഈ പിടി കൊണ്ട് നമുക്കിത് ലൂസാക്കാം. ഇതേ ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പ് എടുക്കാം. എന്നിട്ട് ഇവിടം വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് റൊട്ടേറ്റ് ഒക്കെ ചെയ്തിട്ട് 180 ഡിഗ്രി ഇത് ഏകദേശം റൊട്ടേറ്റ് ചെയ്യും. 360 ഉണ്ടെന്നാണ് പറയുന്നത്, ഞാൻ നോക്കിയിട്ട് 180 ആണ്. എന്തേലും ആയിക്കോട്ടെ, നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വെച്ച് നമ്മളുടെ പൊസിഷനിൽ വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്താൽ ആ പൊസിഷനിൽ അതിരിക്കും, നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതികൾ. ഇത് ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും ഒരേപോലെ എടുക്കാൻ പറ്റുന്ന രീതിയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു 1 month ഒക്കെ നമുക്ക് യൂസ് ചെയ്താൽ ഇതിന്റെ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഇതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് എന്തായാലും ഇതിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് ഇത് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതേ ഈ സാധനം കണ്ടില്ലേ, ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ ഇതിവിടെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക, പ്രസ്സായിട്ട്, എന്നിട്ടാണ് നമ്മളിത് വെക്കേണ്ടത്. ഇപ്പം എൻ്റെ ഫോൺ ഇങ്ങനെ ഊരിയ ഇതിങ്ങനെ ഊരി വരും. അങ്ങനെയാണ് എൻ്റെ ഫോൺ ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും ഇതാണ് ഇതിൻ്റെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഫോൺ വെക്കേണ്ട മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.